അനദർ ഡേ അനദർ വേഴ്സ്റ്റ് ന്യൂസ് ആണ് പുറത്തേക്ക് വരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലീഗ് പിരമിഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു കാര്യം പുറത്തേക്ക് വരുന്നതോടുകൂടി നമുക്ക് ഒരു പ്രൂഫാണ് വിഷൻ 2047 എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്കാം ആയിരുന്നു എന്നുള്ളത്. ബിക്കോസ് പുതിയ ഒരു ലീഗ് പിരമിഡിൻ്റെ കാര്യങ്ങളൊക്കെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടോപ്പ് ടയർ 16 ക്ലബ്സ് ആയിരിക്കും അവിടെ വരിക. രണ്ടാമത്തെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലീഗും ഐ ലീഗ് 2ഉം ഐ ലീഗ് 3യും കമ്പൈൻ ചെയ്തുകൊണ്ട് അവിടെ 16 ടീമുകൾ കളിക്കും എന്നുള്ളതാണ്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ നിലവിൽ ഐ ലീഗും ഐ ലീഗ് 2ഉം ഐ ലീഗ് 3യിലുമായിട്ട് 47 ക്ലബ്ബുകളാണ് കളിക്കുന്നത്. അതിന് വെട്ടിച്ചുരുക്കിയിട്ട് 16 ക്ലബ്ബുകൾക്ക് മാത്രം കളിക്കാവുന്ന ഒരു രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് ഒരു ബ്ലണ്ടർ ഡിസിഷൻ എന്നല്ലാണ്ട് എന്താണ് പറയേണ്ടത്. അതിനുശേഷം ടയർ 3 പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി ലീഗ്, അത് 12 സ്റ്റേറ്റുകളിലായിട്ട് നടത്തും എന്നുള്ളതാണ് പറയുന്നത്. സോ അതിന് ശേഷം 4th ടയറിലേക്ക് വരുന്ന സമയത്താണ് നിലവിലുള്ള സ്റ്റേറ്റ് ലീഗുകളൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇത് എന്താണ്, ഫ്രാഞ്ചൈസി ലീഗിൽ ആദ്യം 6 ടീം മതി, 2030 ആകുന്നതോടുകൂടി 10 ടീമൊക്കെ ആക്കുന്ന രീതിയിലേക്ക് മാറ്റുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഇതൊരു വേഴ്സ്റ്റ് ഡിസിഷൻ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യുന്നു വിഷൻ 2047 ഒരു സ്കാം ആയിരുന്നു എന്നുള്ളത് നമുക്കിനി നോക്കാം. അതായത് വിഷൻ 2047 ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ടാർഗറ്റ് 2026. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ലീഗ് സിസ്റ്റം എങ്ങനെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ടോപ്പ് ടയർ ISL 14 ക്ലബ്ബുകൾ അവിടെ കളിക്കും. ഐ ലീഗ് സെക്കൻഡ് ടയർ അവിടെയും 14 ക്ലബ്ബുകൾ കളിക്കും. അതിനുശേഷം ഐ ലീഗ് 2 അവിടെ 12 ക്ലബ്ബുകൾ കളിക്കും. അതിനുശേഷം ഐ ലീഗ് 3 അത് സോണൽ ബേസിസിലായിരിക്കും നടക്കുന്നുണ്ടാകുക. അതിനുശേഷം സ്റ്റേറ്റ് ലീഗുകൾ, അതിനുശേഷം ഈ പറയുന്നത് പോലെ ഡിസ്ട്രിക്ട് ലീഗുകൾ. ആ ഡിസ്ട്രിക്ട് ലീഗ് ജയിക്കുന്നവർക്കായിരിക്കും സ്റ്റേറ്റ് ലീഗിലേക്ക് കളിക്കാനുള്ളൊരു അവസരം ലഭിക്കുക. വ്യക്തമായിട്ടുള്ള ഒരു ലീഗ് പിരമിഡ് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് 2 വർഷങ്ങൾക്ക് ഇപ്പുറം മാത്രം അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു സംഭവം കുത്തിക്കയറ്റാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ISLന് വലിയ പ്രോബ്ലം വരുന്നില്ല. ഏറ്റവും പ്രശ്നം വരുന്നത് ഐ ലീഗ്, ഐ ലീഗ് 2, ഐ ലീഗ് 3 ക്ലബ്ബുകൾക്കാണ് എന്നുള്ളതാണ്. അതായത് 16 ക്ലബ്ബുകൾ മാത്രമാണ് കളിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് 47 ക്ലബ്ബുകൾ ഈ സീസണിൽ കളിച്ച സ്ഥാനത്ത് അത് വളരെ ചുരുക്കി 16 മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശമാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത്രയും നാൾ ഐ ലീഗ് 3യിലേക്കുള്ളൊരു ക്വാളിഫിക്കേഷൻ കിട്ടിയിരുന്നത് സ്റ്റേറ്റ് ലീഗ് വിൻ ചെയ്യുന്ന ടീമുകൾക്കായിരുന്നു. അപ്പം ഇനി അവരെ താഴോട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സ്ഥാനം കൊടുക്കുന്നത് പുതുതായിട്ട് വരുന്ന 12 സ്റ്റേറ്റ്സിൽ വരുന്ന ഫ്രാഞ്ചൈസികൾക്കാണ് എന്നുള്ളതാണ്. സോ ഇനി ഈ സ്റ്റേറ്റ് ലീഗിലുള്ള ക്ലബ്ബുകളൊക്കെ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവർക്ക് എന്താ ഒരു ഫ്രാഞ്ചൈസി ലീഗിൽ ഒക്കെ കളിക്കാൻ പറ്റും? ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ നിന്ന് സ്റ്റേറ്റ് ലീഗ്, അതായത് ഇപ്പം കേരള പ്രീമിയർ ലീഗ് വിൻ ചെയ്യുന്നൊരു ടീമിന് ഫ്യൂച്ചറിൽ അവർക്കൊരു SLKയിലേക്കൊക്കെ ഉള്ളൊരു പ്രൊമോഷൻ കിട്ടുമോ എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു പ്രൊപ്പോസലൊക്കെ വെച്ചിട്ട് അത് എത്രത്തോളം ഒരു സാധ്യമാകുമെന്നുള്ളത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ AFCയുടെ റോഡ് മാപ്പിനും വിഷൻ 2047 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ടോട്ടൽ മെസ്സാണ് കാര്യങ്ങൾ. ഇത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ല. മണി മണി മണി, ഏറ്റവും കൂടുതൽ മണി ആര് കൊടുക്കുന്നോ അവരോടൊപ്പം നിൽക്കും. ഫുട്ബോൾ ഡെവലപ്മെൻറ്റിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട. പണം ഉള്ളവർ കളിക്കട്ടെ, പാഷനും അതിൽ കഴിവുള്ളവരും ഒക്കെ ആണെങ്കിൽ അവിടെ കിടക്കട്ടെ, അവർ ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ബാഡ് ആറ്റിറ്റ്യൂഡാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ അഗെയിൻ കല്യാൺ ചൗബെ ആൻഡ് ദി AFF പ്രൂവ്സ് ദി വേഴ്സ്റ്റ് സെനാരിയോയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി സംസാരിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ മറ്റൊരു ഞാൻ സൈനിങ്.